നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ രണ്ട് ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് പക്ഷികളുടെ ചിത്രമാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. അതിൽ ആദ്യത്തേതായ പക്ഷി മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന മൂങ്ങയാണ്. രണ്ടാമത്തേതായ പക്ഷി മയിലാണ്. സാക്ഷാൽ മുരുകദേവന്റെ വാഹനം കൂടിയാണ് മയിൽ. ഈ തന്നിരിക്കുന്നതായ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് എല്ലാം ശുഭമായി ഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ തന്നിരിക്കുന്നതായ ഈ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നതായ ഒരു ചിത്രമോ അല്ലെങ്കിൽ മനസ്സിനെ സ്വാധീനിച്ചതായ ഒരു പക്ഷിയുടെ ചിത്രമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അപ്പോൾ ഏവരും കണ്ണുകൾ അടച്ച് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി ബന്ധിക്കൂ. എല്ലാ കാര്യങ്ങളും ശുഭകരമായി തീരണം എന്ന പ്രാർത്ഥനയോടെ തന്നിരിക്കുന്നതായ ആ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. അപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തതിനുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. ആ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എന്ന് പറയാം. എന്നാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ ഒരു നെഗറ്റീവായ കാര്യം, നിങ്ങൾ മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. വളരെയധികം സ്നേഹം മറ്റുള്ളവരോട് എല്ലാ സമയങ്ങളിലും പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും അർഹതയില്ലാത്തവർക്ക് പോലും സ്നേഹം നൽകുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ വളരെയധികം അനുഭവിച്ച് പോരുന്നവരാണ്. മാനസികപരമായി വളരെയധികം സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ് എന്ന് പറയാം. മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം സന്തോഷവും അത്തരം കാര്യങ്ങൾ മാറ്റിവച്ചിട്ടുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, അതായത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് എപ്പോഴും ഓടിച്ചെല്ലുന്ന സാഹചര്യമുണ്ട്. എപ്പോഴും എല്ലാ കാര്യങ്ങളുടെയും മുൻപിൽ നിൽക്കുന്നത് നിങ്ങളായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടം, പ്രയാസം വന്നതായ സാഹചര്യത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പലപ്പോഴും ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിലകൊള്ളുവാൻ ആരും ഉണ്ടാകാത്തതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളെ ചൂഷണം നടത്തിയിട്ടുള്ളതായ സാഹചര്യമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം വേദനകൾ പല കാര്യങ്ങളിലും അനുഭവിച്ച് പോരുന്നവർ തന്നെയായി പരാമർശിക്കാം. പല സ്വപ്നങ്ങളും ജീവിതത്തിൽ മാറ്റിവച്ചിട്ടുള്ള വ്യക്തികളാണ്. പല കാര്യങ്ങളിലും എന്ത് ചെയ്യണം എന്ന് പലപ്പോഴും അറിയാത്തതായ അവസ്ഥ. പലരെയും അംഗീകരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ, എങ്കിലും പലരും നിങ്ങളെ അംഗീകരിക്കാത്ത
എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും മറ്റുള്ളവർ കൃത്യമായി നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാതിരിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. ധനപരമായ കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിലും ധനപരമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. കൈകളിലേക്ക് പണം വന്ന് ചേരും എങ്കിലും വന്നതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പണം ചെലവായി പോകുന്ന സാഹചര്യമുണ്ട്. ആവശ്യങ്ങൾക്ക് പണം ഇല്ലാത്തതായ സാഹചര്യമുണ്ട്. പലരെയും സഹായിക്കാനായി പോയി നിങ്ങളുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അംഗീകാരമോ സ്ഥാനമോ നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ഒരു ഏകാന്തത പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സാഹചര്യമുണ്ട്. ഭാവിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയായി നിങ്ങളെ പരാമർശിക്കാം. കഷ്ടപ്പാടുകൾ പല കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതായ സാഹചര്യം പോലുമുണ്ട്. കരിയറുമായി ബന്ധപ്പെട്ടോ തൊഴിൽപരമായോ ഒരു മുന്നേറ്റം ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ട് എങ്കിലും പലപ്പോഴും അത് സാധ്യമല്ലാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ കഴിവുകളെ പലപ്പോഴും പലരും ശരിയായ രീതിയിൽ കാണാത്തതായ അവസ്ഥ, വില കുറച്ച് കാണുന്നതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ വളർച്ച പലപ്പോഴും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഒരു പരിഹാരം ലഭിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിലും അതിന് സാധിക്കാത്തതായ അവസ്ഥ പോലും ജീവിതത്തിലുണ്ട്. അർഹതപ്പെട്ടതായ കാര്യങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഫലം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയായി പരാമർശിക്കാം. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. മാനസികമായി തളർന്നു പോയിരുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. ഈ സമയം നിങ്ങളിലേക്ക് ഒരു മനസമാധാനം ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. എന്നാൽ ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. രഹസ്യങ്ങളും പല കാര്യങ്ങളും നിങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. കൃത്യമായി തന്നെ ശീലങ്ങൾ അത് കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ്. ശ്രദ്ധ കൊടുക്കേണ്ടതായ കാര്യങ്ങൾ എന്ത് തന്നെയാണ് എങ്കിലും അതിൽ ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് പറയാം. അമിതമായ ടെൻഷൻ ഈ സമയം പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അമിതമായ ടെൻഷൻ നിങ്ങൾക്ക് ദോഷകരമായി തീരാം. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങൾ മാറ്റിവെച്ച്, ടെൻഷൻ മാറ്റിവെച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. തീർച്ചയായും നിങ്ങൾക്ക് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളെ അപഹസിച്ചവർക്ക് മുന്നിൽ പോലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ സാധിക്കുന്ന സമയമാണ്. അർഹതയ്ക്കുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം പോസിറ്റീവായി തന്നെ ചിന്തിച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട്. ജീവിതം മാറിമറിയുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. പല തയ്യാറെടുപ്പുകളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ പുതിയൊരു കാര്യങ്ങളിലേക്ക്, അനുകൂല സാഹചര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യമുണ്ട്. ധൈര്യത്തോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോവുക. അവസരങ്ങൾ കൃത്യതയോടെ തന്നെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്യേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക. നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ.
രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വളരെ വ്യത്യസ്തമായ വ്യക്തിത്വം ജീവിതത്തിൽ പുലർത്തുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ വളരെയധികം സ്വാതന്ത്ര്യം ജീവിതത്തിൽ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ആരെയും അമിതമായി ആശ്രയിക്കുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ വളരെ നിഗൂഢമായ ഒരു വ്യക്തിയായി പലർക്കും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം പോലുമുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നവർ തന്നെയായി പരാമർശിക്കാം. ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്ന സാഹചര്യമുണ്ട്. പലരും അറിയേണ്ടതില്ല എന്ന ചിന്തയാൽ പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്ന സാഹചര്യമുണ്ട്. അത്രമേൽ വേണ്ടപ്പെട്ടവരോട് പോലും ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് പലപ്പോഴും നിങ്ങൾക്ക് വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷമതകളുമായി ആകാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വേദനകൾ അനുഭവിച്ച് പോരുന്നവരാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശശുദ്ധി വളരെ നല്ലതായിരിക്കാം. എന്നാൽ പലപ്പോഴും അത് പലരും തെറ്റിദ്ധരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നെഗറ്റീവായി എടുക്കുന്ന സാഹചര്യങ്ങൾ പലരും ഉണ്ട്. അതിനാൽ നിങ്ങൾക്ക് പല അവസരങ്ങളിലും മനസ്സമാധാനം പോലും നഷ്ടപ്പെട്ടതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ശക്തമായ പരിശ്രമങ്ങൾ നടത്തിയിട്ട് പോലും നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകാത്തതായ സാഹചര്യങ്ങളുമുണ്ട്. അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് പോകുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുമുണ്ട്. പലപ്പോഴും ആരുമില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു ശൂന്യത അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു സങ്കടം നിങ്ങൾക്കുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. പല വ്യക്തികളെയും നിങ്ങൾ തിരിച്ചറിയുന്നതായ സാഹചര്യം പോലുമുണ്ട്. ഈ സമയം നിങ്ങൾ തീർച്ചയായും വളരെ ശാന്തതയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ചിന്താഗതി തന്നെയാണ് നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുവാൻ പോകുന്നത് എന്ന് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം. ധനപരമായി ഒരു നേട്ടത്തിനുള്ള അവസരം നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു വിജയം അനിവാര്യമായ സമയമാണ്. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ ആഗ്രഹിക്കുന്ന അവസരങ്ങൾ കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. സ്വന്തം കാലിൽ നിൽക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പൂർണ്ണമായും ഒരു സന്തോഷകരമായ നിമിഷം നിങ്ങളിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതും അനിവാര്യം തന്നെയാണ്. ഈ സമയം ഓവറായി ചിന്തിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. അമിതമായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് വാശി പിടിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കണം എന്നില്ല. ചില കാര്യങ്ങളിൽ ചില വ്യക്തികൾ നിങ്ങളെ അകറ്റുവാൻ ശ്രമിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാകുന്നു. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളുടെ അഭിപ്രായം മാത്രമല്ല മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേൾക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം.
അത്തരത്തിൽ അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് സമർത്ഥമായി ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ബുദ്ധി, ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ആശ്വാസം നിങ്ങൾക്ക് വന്നു ചേരാം. ആത്മവിശ്വാസം ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സാഹചര്യം അനുകൂലമാണ്. പുതിയ ചില തുടക്കങ്ങൾ വന്നു ചേരാം. നെഗറ്റീവായ ചിന്തകൾ ഉണ്ട്, അത് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല വിജയങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും അത് കൃത്യതയോടെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കാവുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മറക്കാതെ ഓർത്തെടുക്കുവാനും ഓർമ്മയിൽ തന്നെ ചില കാര്യങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. കൂടുതൽ വ്യക്തത കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക.